ശബരിമലയിലെത്തി ദർശനം നടത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു പമ്പയിൽ നിന്നും പുറപ്പെടാൻ വൈകും. പമ്പ KSRTC സ്റ്റാൻഡിന് മുന്നിൽ മരം ഒടിഞ്ഞു വീണു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റുകയാണ്. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഈ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നേരത്തെ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ തുടർച്ചയായി ഇപ്പോൾ രാഷ്ട്രപതിയുടെ ഈ സന്ദർശനത്തിനിടെ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് ഈ പമ്പ KSRTC സ്റ്റാൻഡിന് മുന്നിൽ അവിടെ എന്താണ് സംഭവിച്ചത്? രാഷ്ട്രപതി തിരികെ മടങ്ങുന്നതിന് തൊട്ട് മുൻപാണോ ഈ മരം ഒടിഞ്ഞു വീണത്? ടോം സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രപതി മടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് മരം വീണത്. അത് പ്രധാനമായും ഈ അപകടകരമായ മരങ്ങൾ 21 മരങ്ങൾ മുറിച്ചു നീക്കാൻ നേരത്തെ തന്നെ രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഈ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു, വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അത് 21 മരങ്ങളും അത് കൃത്യമായി മുറിച്ചു മാറ്റുകയും ചെയ്തു. പക്ഷേ നിലവിൽ ഈ മരം ആ ലിസ്റ്റിൽ പെടാത്തതാണ്. അത് ഈ കാലാവസ്ഥ മഴയും ഒക്കെ ഉള്ള സമയമാണ്, കാറ്റത്ത് ഒടിഞ്ഞു വീണതാണ്. അത് മുറിച്ചു മാറ്റി ഉടൻ തന്നെ അത് ഇപ്പോൾ ആ മരം മുറിച്ചു മാറ്റിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഉടൻ തന്നെ രാഷ്ട്രപതി അവിടെ നിന്ന് തിരിക്കും. ഏതായാലും ഈ അപ്രത്യക്ഷമായി KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ അടുത്താണ് പത്മേരെ KSRTC ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മരമാണ് ഒടിഞ്ഞു വീണത്. ഉടൻ തന്നെ അത് മുറിച്ച് നീക്കിയിട്ടുണ്ട്. അടുത്ത സമയത്തിന് തന്നെ രാഷ്ട്രപതി തിരിക്കും. ഏതായാലും 2 മണിയോട് കൂടി തിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ അത് മുറിച്ച് നീക്കിയിട്ടുള്ള വിവരം കൂടി അറിയുന്നുണ്ട്. എന്തായാലും രാഷ്ട്രപതി ഇവിടെ എത്തിച്ചേരും. എന്തായാലും ആ ഒരു താമസം സ്വാഭാവികമായി ഉണ്ടായി. കാരണം അപകടകരമായി നിൽക്കുന്ന റോഡിലെ 21 മരങ്ങളുടെ ലിസ്റ്റാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അത് മുറിച്ച് മാറ്റാൻ വേണ്ടി നീക്കാൻ വേണ്ടി ജില്ലാ കളക്ടർ ഓർഡർ ഇട്ടിരുന്നു. അത് വനംവകുപ്പ് അത് 21 മരങ്ങളും ആ ലിസ്റ്റിലുള്ള മരങ്ങളെല്ലാം ഈ രാഷ്ട്രപതി കടന്നു പോകുന്ന പമ്പയിലേക്ക് പോകുന്ന വഴികളിലുള്ള റോഡ് സൈഡിൽ നിന്ന് അപകടകരമായ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റുകയും ചെയ്തു. പക്ഷേ ഈ മരം അത് ലിസ്റ്റിൽ ഇല്ലാതെയാണ്. സാധാരണ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടാതിരുന്നതാണ്. ആ മരമാണ് ഒടിഞ്ഞു വീണിപ്പോൾ ആ ഗതാഗത തടസ്സം ഉണ്ടാക്കിയത്. എന്തായാലും ഫയർഫോഴ്സ് എത്തി അത് മുറിച്ച് നീക്കിയിട്ടുണ്ടെന്നാണ് വിവരമാണ് അറിയുന്നത്. എന്തായാലും അതിനുശേഷം രാഷ്ട്രപതി പ്രമാണം രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലെത്തും. തുടർന്ന് വേണ്ടി മടങ്ങാനാണ് ഇപ്പോൾ ഉള്ള ആ രീതിയിലാണ് ഇപ്പൊ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ആ രീതിയിൽ തന്നെ രാഷ്ട്രപതി ഇവിടെ നിന്ന് മടങ്ങിപ്പോകാനും സാധിക്കും. മരം മുറിച്ചു മാറ്റാൻ കുറെ സമയം പിടിക്കുമോ, കുറെ വൈകുമോ? എപ്പോഴായിരിക്കും രാഷ്ട്രപതിയുടെ തിരികെയുള്ള യാത്ര? മാത്രമല്ല, ഇത് ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത്? കാരണം ഇങ്ങനെ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടും ഇതുപോലെ റോഡിൽ അപകടമായ സ്ഥിതിയിൽ ഒരു മരം നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ആർക്കാണ് വീഴ്ച പറ്റിയതെന്ന് പരിശോധിക്കേണ്ടതല്ലേ? ടോം, തീർച്ചയായും രാഷ്ട്രപതിയുടെ സന്ദർശനമാണ്. നമുക്കറിയാം, രാഷ്ട്രപതി രാവിലെ വന്നപ്പോൾ തന്നെ ഈ ഹെലികോപ്റ്റർ ഇതുപോലെ തന്നെ കോൺക്രീറ്റ് ഹെലിപ്പാഡിൽ അതിന്റെ ടയറുകൾ പൊതിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരമൊരു വിവാദവും ഒരു വീഴ്ചയും ഉണ്ടായതായി ചർച്ച ചെയ്തതിനിടയിലാണ് ഇപ്പോൾ രാഷ്ട്രപതി സന്ദർശനം ശബരിമല ദർശനം കഴിഞ്ഞ ശേഷം മടങ്ങുമ്പോൾ പമ്പയിലെ ഈ KSRTC ബസ് സ്റ്റാൻഡ് സമയമുള്ള മരം രാഷ്ട്രപതി തിരിക്കുന്നതിന് മുമ്പാണ്, രാഷ്ട്രപതി വരുന്നതിന് മുമ്പാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും മരം വീണ്ടും തടസ്സപ്പെട്ടുകൊണ്ടാണ് രാഷ്ട്രപതിയുടെ ഇങ്ങോട്ട് വരാനുള്ള, അതായത് പ്രമാണത്തേക്ക് വരാനുള്ള തടസ്സമായി നിൽക്കുന്നത്. എന്തായാലും മരം മുറിച്ചു മാറ്റിയിട്ടുള്ള വിവരമാണ് നമുക്ക് അറിയാൻ കഴിയേണ്ടത്. കാരണം 21 മരങ്ങളുടെ ലിസ്റ്റ് നേരത്തെ നൽകിയിരുന്നു വനംവകുപ്പിന്. അത് അപകടകരമായ രീതിയിലുള്ള മരങ്ങളായിരുന്നു. അത് ഈ പമ്പയിലേക്ക് പോകുന്ന റോഡ് സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ അത് മുറിച്ച് നീക്കണമെന്ന് കത്ത് വനംവകുപ്പിന് നൽകിയിരുന്നു. അത് പ്രകാരം ആ മരങ്ങളെല്ലാം മുറിച്ച് നീക്കുകയും ചെയ്തു. പക്ഷേ ഇത് അപ്രതീക്ഷിതമായി KSRTC ബസ് സ്റ്റാൻഡ് സമീപമുള്ള ഒരു മരമാണ്. അത് ഒടിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. അത് തന്നെ മുറിച്ച് നീക്കാതെ മുന്നോട്ട് വരാൻ കഴിയില്ല. അത് മുറിച്ച് നീക്കിയിട്ടുണ്ട്. അത് ഒരു തടസ്സമായി നിൽക്കുന്നത്. കാരണം ദർശനം കഴിഞ്ഞ് പമ്പയിലെത്തിയതിനു ശേഷം രാഷ്ട്രപതി മടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഇത് സംഭവിച്ചത്. എന്തായാലും അത് മരം മുറിച്ച് മാറ്റിയെങ്കിലും ഇങ്ങോട്ട് വരാൻ പറ്റും. ഇപ്പം ആ മരം മുറിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും രാഷ്ട്രപതിയത്തിന് ശേഷം ഒരു 3:15 കൂടി ഇവിടെ എത്തുമെന്ന് ആണ് ഇപ്പോൾ പറയാം. 4 മണിക്കകം ഇവിടെ എത്തുമെന്നൊരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും 4 മണിക്ക് ഉള്ളിൽ രാഷ്ട്രപതി പ്രമാണം രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും. അവിടുന്ന് ഹെലികോപ്റ്റർ മാർഗമായിരിക്കും തിരികെ തിരുവനന്തപുരത്തേക്ക് മടങ്ങുക എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. എന്തായാലും ഈ ഹെലികോപ്റ്റർ ഈ ഹെലിപ്പാഡിൽ ഈ കോൺക്രീറ്റിനകത്ത് ഈ ടയർ പൊതിഞ്ഞതും ഒപ്പം ഹെലികോപ്റ്ററിന്റെ ടയർ പൊതിഞ്ഞതും ഒപ്പം ഈ മരങ്ങൾ വീണ് ഗതാഗതം രാഷ്ട്രപതി തടസ്സപ്പെട്ടതും ഒക്കെ ഒരു വീഴ്ചയായി തന്നെ നമുക്ക് കരുതാം. നിലവിലത്തെ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥ ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പൊ അറിയുന്നുണ്ട്. അതിനുവേണ്ട നടപടി ചിലപ്പോൾ പക്ഷേ അതിനുശേഷമായിരിക്കും രാഷ്ട്രപതി മടങ്ങിപ്പോയതിനു ശേഷമായിരിക്കും ഇതിനെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകുക, പരിശോധനകൾ ഉണ്ടാകുക. അപ്പം വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രപതി പമ്പയിൽ നിന്നും പുറപ്പെടാൻ വൈകുന്നതിൻ്റെ കാരണം അവിടെ മരം KSRTC ബസ് സ്റ്റാൻഡിന് സമീപം മരം ഒടിഞ്ഞു വീണതാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ആ നിർദ്ദേശം കൃത്യമായി പാലിക്കപ്പെട്ടില്ല. എന്താണ്, ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത് പരിശോധിക്കേണ്ട വിഷയമാണ്.